കർത്താവിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസം ദൈവപാദപീഠത്തിൽ ചുരുക്കമായിട്ടായിരിക്കുന്നതിനും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കൊണ്ട് നമുക്ക് ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന പേര് വെക്കേഷനിലായിരിക്കുന്നു, ജോലി മേഖലയിലായിരിക്കുന്നു, മറ്റു വിവിധ കാര്യങ്ങളിലായിരിക്കുന്നവരുണ്ട്, അസൗകര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ദൈവസന്നിധി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സൈബർ പറഞ്ഞ പോലെ നൈറ്റ് കഴിഞ്ഞവരുണ്ട്, മറ്റ് അസൗകര്യങ്ങളുള്ളവരുണ്ടെങ്കിലും ദൈവത്തോടുള്ള ആ ഇഷ്ടം. ഇന്ന് നമ്മുടെ കേട്ട വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് നമ്മൾ കേട്ടത്. എന്താണെന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ദേശത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് ദൈവം എന്ന് പറഞ്ഞത്. ദേശത്ത് എങ്ങനെ നന്മ ഉണ്ടാകണം, ദേശത്ത് നന്മ ഉണ്ടാവണമെന്നാണ് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതായത് ദൈവം നമുക്ക് നന്മ തരുവാൻ വളരെ ആഗ്രഹിച്ചായിരിക്കുന്നു എന്നാണ് നമ്മൾ കേട്ട സങ്കീർത്തനത്തിൻ്റെ ആ ഒരു കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ നന്മ നൽകുവാൻ വേണ്ടി ദൈവം എന്തൊക്കെ കോംപ്രമൈസുകളാണ് മേളിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ആ നന്മ നമുക്ക് തരുവാൻ വേണ്ടി ദൈവം തൻ്റെ കോപം മാറ്റിവെച്ചു. നമ്മൾ വചനത്തിൽ വായിക്കുന്ന ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കോപം എത്ര നേരത്തെ ഉണ്ട്? നമ്മുടെ കോപം നമ്മൾ മരിച്ചാൽ പോലും മറക്കാത്ത കോപമാണ് മനുഷ്യരുടെ ഉള്ളത്. സർവശക്തനായ ദൈവം ക്ഷണനേരത്തേക്കുള്ള കോപം മാറ്റിവെച്ച് വീണ്ടും ദൈവം നമുക്ക് വേണ്ടി മേളിൽ നിന്ന് ദൈവമേ ഒരാളെ കൂടെ കർത്താവേ ഒരാളെ കൂടെ ഒരു മാനസാന്തരപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനത്തിൽ തിരുമഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. പക്ഷേ ദൈവം ആദ്യം നോക്കുന്നത് ഭക്തന്മാരെയാണ്. ദൈവം ഭക്തന്മാരെയാണ് ഈ ദേശത്തിൻ്റെ നന്മ നൽകുവാനായിട്ട്, ദേശത്തിൻ്റെ നന്മ വർദ്ധിപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ ഭക്തന്മാരോടാണ് ദൈവം ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മേളിൽ നിന്ന് നന്മ ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ഭക്തന്മാർ മൂലം ഈ നന്മകൾ ഭൂമിയിൽ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ദേശത്തിൻ്റെ നന്മ വരുന്നത്. ഈ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ കോപം, തൻ്റെ നീരസം എല്ലാം മാറ്റിവെച്ച്, കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, ഇന്ന് നമ്മൾ പാപം ചെയ്യും, വൈകിട്ട് പ്രാർത്ഥിക്കും, കിടന്നുറങ്ങും, പിന്നെ ദിവസം വീണ്ടും പാപം ചെയ്യും. ഇത് തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം വീണ്ടും നമ്മൾ ക്ഷമിക്കുകയും തൻ്റെ കോപം, ഉഗ്രകോപം വിട്ടുതിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ അത്രത്തോളം പാപമാണ് ഈ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇത്രത്തോളം നന്മകൾ തന്നിട്ടും ദൈവസന്നിധിയിൽ നമ്മൾ എല്ലാം ദൈവം തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് തന്ന് നമ്മളെ വീണ്ടെടുത്ത് സകല പാപവും നിരുപാധികം ക്ഷമിച്ച് നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു, കൃപ തന്നു. എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് നമ്മളെപ്പോഴും വിട്ടുചിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ തൻ്റെ ഭക്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. ദൈവം ഭക്തന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഭൂമിയെ നോക്കുവാനായിട്ട്, ദേശത്ത് നന്മ തരുവാൻ ഭക്തന്മാരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭക്തന്മാരോടാണ് ദൈവം, ഭക്തന്മാരെന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളോടാണ് ദൈവം ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഈസിയായിട്ട് ഈ കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എല്ലാ നന്മകളും തരുവാനും എല്ലാവരെയും രക്ഷിപ്പാനും കഴിയും. പക്ഷേ ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചെടുക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് ഒരു കൂട്ടം വിശ്വസ്തരായ ആൾക്കാരെയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇതാണ് അടുത്ത വാക്യത്തിൽ നിന്നുകൊണ്ട് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുടക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് വരുന്നു. വിശ്വസ്തരായ മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്. ഭക്തന്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ശുശ്രൂഷയല്ല, PhD അല്ല, റവറൻ്റ് അല്ല, സൗന്ദര്യമല്ല, മറ്റ് യാതൊന്നുമല്ല. വിശ്വസ്തത മാത്രമാണ് ദൈവം നോക്കുന്നത്. ഭക്തന്മാരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ദൈവം ഇവിടെ നോക്കുന്നത്, വിശ്വസ്തത. അതിന് നമ്മൾ ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. 1 സാമുവേൽ 15:22 നമുക്ക് വായിക്കാം. 1 സാമുവേൽ 15:22. 1 സാമുവേൽ 15:22. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അന്നയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും വലുത്. അപ്പോൾ ഈ വിശ്വസ്തത,
വിശ്വസ്തതയുടെ അടുത്തൊരു ലെവലാണ് കാണുന്നത്. വിശ്വസ്തരായിരിക്കാൻ വേണ്ടി വെറുതെ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ പറ്റത്തില്ല. ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധനയ്ക്ക് വരണം, സഭായ ഉപേക്ഷ വിചാരിക്കരുത്, അകൃത്യം കാണിക്കരുത്, കൃത്യത പാലിക്കണം, എല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അതാണ് ഈ ഫസ്റ്റ് സാമുവേൽ നമ്മൾ വായിച്ചത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ പറ്റുള്ളൂ. ഈ വചനം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തത പാലിക്കാൻ പറ്റുള്ളൂ. അല്ലെ വചനം അറിയാതെ എങ്ങനെയാണ് നമ്മൾ വചനത്തെ അനുസരിക്കാതെ എങ്ങനെയാണ് നമ്മൾ വിശ്വസ്തരായിരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് വചനമാണ്. വചനം അനുസരിക്കണം, വചനം അറിയണം, വചനം ശ്രദ്ധിക്കണം, വചനം ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് അങ്ങനെ വിശ്വസ്തരായ ഭക്തന്മാരുടെ മേളിലാണ് ദൈവം എന്താ ചെയ്യുന്നത്? നീതി പ്രവർത്തിക്കുന്നത് ഈ ഭക്തന്മാരുടെ മേളിലാണ്. വിശ്വസ്തരായ ഭക്തന്മാരുടെ മേളിലാണ്. ഭക്തന്മാർ പലതരത്തിലുണ്ട്. കള്ളഭക്തന്മാരുണ്ട്, നല്ല ഭക്തന്മാരുണ്ട്. വിശ്വസ്തരായ ഭക്തന്മാരുടെ മേളിലാണ് ദൈവം നീതി സ്വർഗത്തിൽ നിന്ന് അയക്കുന്നത്. അപ്പോൾ നീതി എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്. നീതി ആരാണ്? നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ് നീതി എന്ന് പറയുന്നത്. ഭൂമിയിൽ നമുക്ക് ഒരിക്കലും ഒരു നീതി ഒരിക്കലും കിട്ടത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കണ്ടു. ഛത്തീസ്ഗഡിൽ പാവം കന്യാസ്ത്രീമാർ ചെയ്ത പ്രവർത്തനങ്ങളെ അവർ ഏതെല്ലാം തരത്തിൽ നിയമത്തിന്റെ വഴിയിൽ കൂടെ വളച്ചൊടിച്ച് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്താണെന്ന് വരെ പറഞ്ഞ് അവരെ ജയിലിലടച്ചിരിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ യാതൊരു നീതിപീഠമോ യാതൊരു കാര്യങ്ങളോ ഒരു തരത്തിലും നീതി തരത്തില്ല. അത് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ നമ്മുടെ ഭവനത്തിലോ പേരൻസിലോ സഹോദരന്മാരുടെ ഒരിക്കലും നമുക്കൊരു 100% നീതി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നീതി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ നീതി കിട്ടുന്നതിന് വേണ്ടി ദൈവം ഒരേ ഒരു കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? വിശ്വസ്തത. വിശ്വസ്തരായ ഭക്തന്മാരെ മാത്രമാണ് ദൈവത്തിന് വേണ്ടത്. ദൈവം നമ്മുടെ ഡിഗ്രി നോക്കുന്നില്ല, നമ്മുടെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ദൈവം നമ്മൾ എങ്ങനെയുള്ളവരാണെന്നൊന്നും നോക്കുന്നില്ല. നമ്മുടെ ശുശ്രൂഷകൾ, ഞാൻ 3 മണിക്കൂർ പ്രസംഗിച്ചു, അല്ലെങ്കിൽ 4 മണിക്കൂർ ദൈവവേല ചെയ്തു, ഇന്നത് ചെയ്തു, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം അതിനുള്ള വേറെ കണ്ടീഷൻസ് വേറെ തന്നിരിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നു, ദൈവസന്നിധി വിശ്വസ്തരായിരിക്കുന്നു എങ്കിലുള്ള ഭക്തന്മാരെയാണ് ദൈവം ഈ ഭൂമിയെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുമഹത്വം ദൈവം ആ വിശ്വസ്തന്മാരുടെ ഹൃദയത്തിലൊന്ന് വസിക്കുവാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ഹൃദയം. ഈ ആലയത്തിൽ വസിക്കണമെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെയാണ്. അനുസരിക്കണം, വിശ്വസ്തത കാണിക്കണം, ഭക്തനായിരിക്കണം. എങ്കിൽ മാത്രമേ തിരുമഹത്വം, ദൈവത്തിന്റെ തേജസ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. എങ്കിൽ മാത്രമേ ദേശത്ത് നന്മ ഉണ്ടാവാൻ. ഈ ലോകത്തിൽ ദൈവത്തിന് അനേക നന്മകൾ തരുവാനുണ്ട്. ഭൗതികമായും ആത്മീയമായും നന്മകൾ തരുവാനുണ്ട്. ഈ നന്മകൾ നമ്മൾ കിട്ടണമെങ്കിൽ ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ഇന്ന് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമ്മളൊന്ന് ധ്യാനിക്കുവാണെങ്കിൽ അനേക നന്മകൾ, അനേകം വചനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന് നമുക്ക് ചില കാര്യങ്ങളോട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ന് സജിദർ ഒരു റെഫറൻസ് വായിച്ചു. ഏതാണ്? യെശയ്യാവ് 54:10. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് അതിൻ്റെ ഒരു ഹൃദയത്തിലോട്ട് ആഴമായിട്ട് പതിഞ്ഞത്. ഐസയ 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയും എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല ഇന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യും. അവിടെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് കവണന്റ് ഓഫ് പീസ്, സമാധാന നിയമം. ദൈവം അതൊരു നിയമമായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയും, നീ എന്നെ മറ്റാളുടെ സമാധാനമായിട്ടിരിക്കുക, ഒരു ജസ്റ്റ് ഒരു കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സമാധാന നിയമമാണ്. കവണന്റ് ഓഫ് പീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതാണ് നിയമം. മീൻസ് ആ ഒരു നിയമമാണ്, ലിഖിത എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും ദൈവം മാറ്റത്തില്ല. എന്താണ്? വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഇതൊരു സമാധാന നിയമമാണ്. ആ നിയമം ഒരിക്കലും മാറത്തില്ല. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നമുക്ക് നീതി ലഭിക്കും. ഭക്തനായിരുന്നാൽ ദൈവം നമ്മളിൽ വസിക്കും. അനുസരിച്ചാൽ, നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ, ഭക്തനായിരുന്നാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. അതാണ് ദൈവത്തിന്റെ സമാധാന നിയമം. ആ കവണന്റ് ഓഫ് പീസ്. ദൈവം മാത്രമേ നമുക്ക് ഈ സമാധാനം നിയമം. ഭൂമിയിലെ യാതൊരു നിയമ സംവിധാനങ്ങളോ യാതൊരു മനുഷ്യരോ യാതൊന്നും നമുക്ക് ഈ സമാധാനത്തിന് ഒരു നിയമം തരുവാൻ പറ്റത്തില്ല. സമാധാനം നിസ്സാര കാര്യം മതി ഭൂമിയിലെ സകല കാര്യങ്ങളും തകിടം മറിയുവാനായിട്ട്.
അപ്പോൾ ഭൂമിയിലെ യാതൊരു കാര്യവും നമുക്ക് സമാധാനം തരുവാൻ നമുക്ക് യോഗ്യതയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ദൈവസന്നിധിയിൽ മാത്രമേ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് വചനത്തിൽ കൂടെ പഠിക്കുവാൻ സാധിച്ചു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഭക്തന്മാരായിരിക്കണം, വചനം അനുസരിക്കണം, വചനം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ദേശത്ത് നന്മയുണ്ടാകും. ദേശത്ത് നന്മയുണ്ടാകുമ്പോൾ മറ്റുള്ള ആൾക്കാരും ഈ നന്മ അനുഭവിക്കാൻ ഇടയാകും. ഈ മറ്റുള്ളവർ ഈ നന്മ അനുഭവിക്കാൻ ഇടയാകുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഈ നന്മ അനുഭവിക്കുന്നത്, അവരും അന്വേഷിക്കാൻ ഇടയാകും. അത് അന്വേഷിക്കുമ്പോൾ അവരും ഭക്തന്മാരായിട്ട് തീരുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ മാഗസിൻ്റെ ഒരു സഹോദരൻ ഛത്തീസ്ഗഡില് ഒരു സ്ഥലത്ത് പോയി അവര് ഇങ്ങനെ ഒരു കമന്ററി കേട്ടതാണ്. ഹല്ലേലൂയ യൂണിവേഴ്സിറ്റിയുടെ ദേവദാസൻ ഛത്തീസ്ഗഡിൽ അവിടെ IPCയുടെ ഒരു ഓവർസിയർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അവർ രണ്ടുപേരുടെ ഒരു വനത്തിനകത്ത്, ഛത്തീസ്ഗഡിൻ്റെ പ്രത്യേകത വെച്ചാൽ 6 കോടിയോളം ജനങ്ങളുണ്ട്, 42% വനമേഖലയാണ്. അതാണ് ഛത്തീസ്ഗഡിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. അവിടെ ദൈവവചനം എത്തിയിട്ടില്ല. വളരെ സാധുക്കളായ, വളരെ ഇപ്പോഴും അവിടുത്തെ ഡെയിലി വേജസ് എന്ന് പറയുന്നത് 350 രൂപയാണ്. അത്രത്തോളം സാധുക്കളായ ആൾക്കാരാണ്. ജോലിയില്ല, സാമ്പത്തികമില്ല, മറ്റേ കഴിക്കാൻ ആഹാരമില്ല. അങ്ങനെയാണ് 2-3 സ്ത്രീകളെ ചെറിയ ചെറിയ ജോലികൾ കൊടുത്ത് അവരെ നേഴ്സിംഗ് പഠിപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഇവരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞ് പിടിച്ചത്. നമുക്ക് ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഈ ഹല്ലേലൂയ മാഗസിൻ്റെ ഈ സഹോദരനും IPCയുടെ ഓവർസിയറോടെ ഇവർ ഒരു സ്ഥലത്ത് പോകുന്നതായിട്ടാണ് ഇന്നലെ കമന്ററി വായിച്ചത്. അവർ പോയ സ്ഥലം കാടിനകത്ത്, മെയിൻ റോഡിൽ നിന്ന്, സിറ്റിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററിനകത്ത് കാടിനകത്ത് ഒരു 8 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ 8 കുടുംബങ്ങൾ ചിതറിപ്പാർത്ത ആൾക്കാരായിരുന്നു. അവർക്ക് എങ്ങനെയോ ഈ കാടിനകത്ത് അവരുടെ പൂർവികന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രമാണം വെച്ച് അവർ ആ സ്ഥലത്ത് പോയി താമസിക്കാനായിട്ട് പോയതാണ് ആ സ്ഥലം. അങ്ങനെ പോയപ്പോൾ വനം വകുപ്പ് അവരെ തടയുകയും അവരുടെ കേസ് പറയുകയും, കേസ് പറഞ്ഞതിന് ശേഷം അവർ ആ സ്ഥലം കോടതി ഇവർക്കായിട്ട് തന്നെ ഇവരുടെ ആ തെളിവുകളുടെ അനുസരിച്ച് ഇവരുടെ പൂർവികന്മാരുടെ ആണെന്ന് മനസ്സിലാക്കി ഇവർക്ക് തരികയും ചെയ്തു. പക്ഷേ ഈ 8 കുടുംബങ്ങളുടെ പ്രത്യേകത വെച്ചാൽ അവർ സിറ്റിയിൽ താമസിക്കുമ്പോൾ അവർ 8 കുടുംബങ്ങളും ക്രിസ്തീയ ഭക്തന്മാരായിട്ട് തീർന്നിരുന്നു. അവർ എന്നിട്ട് 8 കുടുംബങ്ങൾ കാടിനകത്ത് വന്നെങ്കിലും അവർ അവിടെ ഒരു ചർച്ച്, ചെറിയ തോതിൽ ഒരു ചർച്ചിൻ്റെ ഒരു സെറ്റപ്പ്, ചർച്ച് എന്ന് വെച്ചാൽ അവിടെ 4 കമ്പ് വെച്ച് മേളിൽ ഈ ഓലയൊക്കെ മറിച്ച് അങ്ങനെയുള്ളതാണ് അവരുടെ കുടിലിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. എന്നിട്ട് അവരങ്ങനെയാണ് ഒരു സംവിധാനം ചെയ്തിരുന്നത്. അന്നേരം ഒരു വലിയ മഴ വന്നപ്പോൾ ആദ്യം ഒരു ചർച്ച് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരുന്ന 8 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒലിച്ചുപോയി. ഇപ്പോൾ അവർ വീണ്ടും അവർ ചർച്ചിന് വേണ്ടി കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ചർച്ചിന് വേണ്ടി ഏകദേശം അതിൻ്റെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെട്ടി കട്ടയൊക്കെ അറുത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർക്ക് അത് പുതുക്കി പണിയാനായിട്ട് സാമ്പത്തികമില്ല. അന്നേരം ഈ IPCയിലെ ഈ ഓവർസിയറെ സമീപിച്ച് അതിനുവേണ്ടി സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നമ്മൾ ഏത് വനത്തിലായിരുന്നാലും, ഏത് കാട്ടിലായിരുന്നാലും, ഏത് ദൈവമില്ലാത്ത ആളായിരുന്നാലും അവർക്ക് എവിടെയോ ദൈവത്തിൻ്റെ ആ ഒരു വെളിച്ചം കിട്ടിയതുകൊണ്ടാണ് അവർ ഈ കാട്ടിൽ വന്നിട്ടും ഈ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ ദൈവത്തിന് വേണ്ടി അവിടെ ഒരു ആലയം വെക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെയും ഇടയായെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഛത്തീസ്ഗഡിൻ്റെ വേറൊരു കഥ ഞാൻ വായിച്ചത്, ഛത്തീസ്ഗഡിൽ ഗവൺമെൻറ് ഈ നമ്മുടെ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഇവർക്കൊക്കെ സപ്പോർട്ടാണ്. അവർ പറയുന്നത് നിങ്ങൾ സ്കൂളുകൾ പണിയണം, സ്കൂളുകൾ പണിത് കഴിയുമ്പോൾ അവിടെല്ലാം ഈ 42% കാടാന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം നക്സലുകളാണ് താമസിക്കുന്നത്. നക്സലുകളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അതിൽ ഈ നക്സലുകൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളും ഈ നല്ല സ്കൂളിൽ പോയി പഠിച്ച് ഇതിൽ നിന്ന് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് നക്സലുകളുമായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സ്ഥലം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇവിടുന്ന് പോയ കത്തോലിക്ക അച്ഛന്മാരും കന്യാസ്ത്രീമാരുമാണ് അവിടെ സ്കൂളുകൾ നടത്തി, കോളേജുകൾ നടത്തി, ഹോസ്പിറ്റലുകൾ നടത്തി ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതിനെ എതിരായിട്ടാണ് ഈ ബജറംഗ് ദൾ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉയർന്നു വന്നിരിക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം, ഹിസ്റ്ററിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഈ നോർത്ത് ഇന്ത്യയിലെ ഹിസ്റ്ററി അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നമ്മളെ എത്രത്തോളം ദേശത്ത് നന്മ തന്നു, എങ്ങനെയാണ് ഈ ദേശത്ത് നന്മ തന്നത്. അനേകം ദൈവദാസന്മാര്, നമ്മുടെ പൂർവ്വപിതാക്കന്മാര് കേരളത്തില്, ഈ ചെറിയ കേരളത്തില് എത്രത്തോളം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ആ നന്മയാണ് ഈ വ്യാപരിച്ച് നമുക്ക് ആ നന്മയായിട്ട് വ്യാപരിച്ചെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ ആ ഒരു ആഴം അതാണ്. ദേശത്ത് നന്മ ഉണ്ടാവണമെങ്കിൽ ഭക്തന്മാരുണ്ടാകണം. ഭക്തന്മാരുണ്ടെങ്കിൽ മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. ഈ ഭക്തന്മാരെ ഉപയോഗിച്ചാണ് ദേശത്ത് നന്മകൾ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദേശത്ത് നന്മകൾ, മറ്റുള്ളവർ നീതി ലഭിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുവാൻ ഈ ഭക്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമ്മൾ ഒന്നും കൂടെ വീട്ടിൽ ചെന്ന് എല്ലാവരും ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നത് കാണുവാനായിട്ട്. കോരഹ പുത്രന്മാർ വഴിതെറ്റിപ്പോയെങ്കിലും പുത്രന്മാർക്ക് പിതാവിൻ്റെ വഴിയിൽ നിന്നും പോകാതെ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം തരുവാൻ തക്കവണ്ണം ദൈവം അത് ഹൃദയത്തിൽ ദൈവം വഴികളെ തുറന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ അതിനെ ആധാരമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഭക്തന്മാർ ദൈവത്തിൽ, ഈ വചനത്തിലെ ചില റെഫറൻസുകൾ നമുക്ക് വായിക്കാം. ഈ ഭക്തന്മാർ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഒന്ന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 1 Corinthians 5:7 എന്ന് വായിക്കാം. 1 Corinthians 5:7. ஆகையால் நீங்கள் புளிப்பில்லாதவர்களாய் இருக்கிறபடியே புதிதாய் பிசைந்த மாவாய் இருக்கும்படிக்கு பழைய புளித்த மாவை புறம்பே கழித்து போடுங்கள். ஏனெனில் நம்முடைய பஸ்காவாகிய கிறிஸ்து நமக்காக பலியிடப்பட்டிருக்கிறாரே. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളഞ്ഞു. നമ്മുടെ പെസഹയ്ക്കുള്ളിലാണ് അർഹപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കും. അപ്പോൾ അത് പറഞ്ഞെങ്കിലും അതിന്റെ റെഫറൻസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഭക്തന്റെ ഒരു നടപ്പിനെ കുറിച്ച് ഞാനത് വാക്യം ഏതാണെന്ന് വെച്ചാൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ നടക്കണമെന്നുള്ളതാണ് ആ വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തൻ എങ്ങനെ നടക്കണമെന്നാണ് ആ ഒരു വാക്യം. ആ വാക്യത്തിന്റെ റെഫറൻസ് ഇച്ചിരി മാറിപ്പോയി. കാഴ്ചയാലല്ല വിശ്വാസത്താൽ എങ്ങനെ ഒരു ഭക്തൻ നടക്കണം. നമ്മൾ വിശ്വാസത്താൽ നടക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഭക്തനായിരിക്കണമെങ്കിൽ. അതാണ് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ നടപ്പുകൾ വിശ്വാസത്താലുള്ള നടപ്പായിട്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മീഖ 6:8 ഒരു വാക്യമുണ്ട്. മീഖ 6:8 ഞാൻ തന്നെ വായിക്കാം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ മീഖ 6:8 മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. യഹോവ നിന്നോട് എന്താണ് ചോദിക്കുന്നത്? നീ ദൈവസന്നിധിയിൽ നീ ഇത്രത്തോളം ക്യാഷ് കൊണ്ടുവരണമെന്നോ, ഇന്ന രീതിയിൽ വരണമെന്നോ, സ്പ്രേ അടിച്ച് വരണമെന്നോ, നല്ല ഡ്രസ്സ് ഇടണമെന്നോ, കാരണത്ത് വരണമെന്നോ ഒന്നുമല്ല ദൈവം ചോദിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും ദൈവത്തിന്റെ സന്നിധിയിൽ ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. യഹോവ ചോദിക്കുന്ന 2 കാര്യമേ ഉള്ളൂ. ദയാതൽപരനായിരിക്കണം, താഴ്മയോടെ നടക്കണം. അതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കേട്ട സങ്കീർത്തനം അത് തന്നെ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. വിശ്വസ്തരായ മനുഷ്യരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് ദയ. വിശ്വസ്തരായ മനുഷ്യർ എപ്പോഴും ദയയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ അടുത്ത് അവർക്ക് അനീതിയായിട്ട് പെരുമാറുവാൻ, നീതിയില്ലാതെ പെരുമാറുവാൻ സാധിക്കുകയില്ല. അതാണ് കർത്താവ്. അങ്ങനെയുള്ള നടപ്പാണ് വിശ്വസ്തരായ മനുഷ്യരുടെ വേറൊരു നടപ്പാണ്. 2ാമത്തെ റെഫറൻസ് ആണത്. ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ നടക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭികളോട് ദൈവം അകന്നു നിൽക്കുന്നു, താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. അതാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിന്നെങ്കിൽ മാത്രമേ ഈ തിരുനിവാസം നമ്മൾ വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് വിശ്വസ്തന്മാരുടെ വേറെ 2ാമതൊരു ക്വാളിറ്റി. 1 യോഹന്നാൻ 4-ാം അധ്യായത്തില് 1 John 4 1
ഫസ്റ്റ് ജോൺ 4 ഞാൻ പെട്ടെന്ന് റെഫറൻസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഫസ്റ്റ് ജോൺ 4 ഒരു വാക്യമുണ്ട്, സത്യത്തിൽ നമ്മൾ നടക്കണം. വിശ്വസ്തന്മാർ എങ്ങനെ നടക്കണമെന്നാണ്, സത്യത്തിൽ നടക്കണമെന്ന് ഒരു വാക്യം ഈ ഫസ്റ്റ് ജോൺ 4 തന്നെ ഉണ്ട്. ഞാൻ വായിച്ചു നമ്മൾ സത്യത്തിന്റെ 6-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് എന്ന് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. അപ്പോൾ സത്യത്തിൽ നടക്കുവാൻ വേണ്ടി ഭക്തന്മാർക്ക് വളരെ അത്യാവശ്യമുണ്ട്. അതാണ് അടുത്തൊരു നടപ്പെന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ നടക്കണം. ഫസ്റ്റ് ജോൺ 4:6. എഫേഷ്യൻ 2:5 Ephesians 2:5. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എഫേഷ്യൻ 2:5 2:4 കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മെച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടലെന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിൽ നടക്കുവാൻ, കൃപയാൽ നമ്മൾ രക്ഷപ്പെട്ട നമ്മൾ സ്നേഹത്തിൽ നടക്കുവാൻ, കരുണാസമ്പന്ന നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മൾ സ്നേഹത്തിൽ നടക്കുവാൻ നമ്മൾ പരിശീലിക്കണം. അതാണ് ഭക്തന്റെ അടുത്ത ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, താഴ്മയോടെ നടക്കണം, വിശ്വാസത്താൽ നടക്കണം, ഗർവിക്കരുത്, ദയാതൽപനായിരിക്കണം, സത്യത്തിൽ നടക്കണം, സ്നേഹത്തിൽ, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നിമിത്തം നമ്മൾ സ്നേഹത്തിൽ നടക്കണം. പിന്നീട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കൊലോഷ്യൻ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരണം എന്ന് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിനും പരിജ്ഞാനത്തിൽ വളരണം. അവിടെ എങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? കൊലോഷ്യൻ 1:10 ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടത്തണം. അവിടെയാണ് നമ്മൾ കണ്ടത്. That you may walk worthy of the Lord until all pleasing. ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കണം. വിശ്വസ്തന്മാരുടെ അടുത്തൊരു ക്വാളിറ്റിയാണ് ദൈവത്തെ നമ്മൾ എപ്പോഴും പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ നമുക്ക് കൊലോഷ്യൻ 1:10 എന്ന് വായിക്കാം. എടുത്തൊരാരെങ്കിലും ഒന്ന് വായിക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ, തിരുനിവാസം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കണം എന്നാണ് ഇവിടെ വാക്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തെ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നതിൻ്റെ അടുത്തൊരു നടപ്പിൻ്റെ പ്രത്യേകത, വിശ്വസ്തരായിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദയവുള്ളവരായിരിക്കും. വിശ്വസ്തരായിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സത്യത്തിൽ നടക്കും. വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ താഴ്മയോടെ നടക്കും. വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നടക്കുവാൻ പഠിക്കും. ഇതാണ് ചില റെഫറൻസുകൾ. റോമലേഖനം 13:13 റോമർ 13:13 പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചു, ഇവിടെ എങ്ങനെ നടക്കണം? ഇങ്ങനെ നടക്കണ്ടേ? മര്യാദയ്ക്ക് നടക്കണമെന്നാണ് പറയുന്നത്.
നമ്മൾ പലപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഇച്ചിരി മര്യാദയ്ക്ക് നടക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസൂടെ പറഞ്ഞിരിക്കുന്നത്, പകൽ സമയത്ത് പലപ്പോഴും നമ്മൾ വളരെ മര്യാദരാമന്മാരായിട്ട് നടക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ പലരുടെയും സ്വഭാവം മാറും, ഇരുട്ടിൻ്റെ ശക്തികൾ വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മര്യാദയായി നടക്കണം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല ശയനമോഹങ്ങളിലും ദുഷ്കാണം. അതാണ് രാത്രിയുടെ നടപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പകൽ സമയത്ത് എന്ന പോലെ പകൽ സമയത്ത് മിക്കവാറും എല്ലാവരും മര്യാദക്കാരായിരിക്കും. രാത്രിയിലാണ് ഇതെല്ലാം വെറിക്കൂത്തുകളും മദ്യപാനം, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, പിണക്കം, അസൂയ, ഇതെല്ലാം രാത്രിയുടെ ഇരുട്ടിൻ്റെ റിസൾട്ട്സുകളാണ്. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ റിസൾട്ട് ഒന്നും പെടാതെ പകൽ സമയത്തൊന്നും പോലെ, അതായത് ഈ മനുഷ്യന് തന്നെ പകലിൽ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും, രാത്രിയിലും മോശമായിട്ട് ജീവിക്കാനും പറ്റും, ആരും കാണുന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു ഭക്തന്റെ നടപ്പ്. പകൽ സമയം സാധാരണക്കാരും മര്യാദയ്ക്കാണ് പകൽ നടക്കുന്നത്. പക്ഷെ രാത്രിയാകുമ്പോൾ അവരുടെ സ്വഭാവം മാറും, എല്ലാ ലോകത്തിന്റെ മുകളിൽ പോകും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് നടക്കണം. വിശ്വസ്തന്മാരായിരിക്കാനുള്ള അടുത്തൊരു ക്വാളിറ്റിയാണ് മര്യാദയ്ക്ക് നടക്കുക. റോമർ 13:13 നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ തന്ത്രം കൊണ്ടൊന്നും നമ്മൾ വിശ്വസ്തരായിരിക്കാൻ പറ്റത്തില്ല. പകല് എങ്ങനെയെങ്കിലും രാത്രി എങ്ങനെയെങ്കിലും നടന്നിട്ട് രാത്രിയിൽ എങ്ങനെയെങ്കിലും നടന്നിട്ട് പകല് ആരാധനയ്ക്ക് വരും, കർത്തൃമേശ എടുക്കും, എല്ലാ കാര്യങ്ങളും. തന്ത്രം കൊണ്ടൊന്നും നമ്മൾ വിശ്വസ്തരായിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ പൂർണ്ണമായും ദൈവത്തിന് നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ, ഭക്തിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ, അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ തിരുനിവാസം നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് ദേശത്ത് നന്മ ഉണ്ടാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ഒരു ഭക്തന്റെ നടക്കുന്നത്. മര്യാദ പ്രകാരം നടക്കാൻ, തന്ത്രം കൊണ്ടല്ല, വെളിപ്പാട് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പണിത് നമ്മൾ ദൈവത്തിന്റെ വെളിപ്പാടും ഹൃദയത്തിൽ വസിച്ച് നമ്മൾ മര്യാദയ്ക്ക് നടക്കുവാൻ പഠിക്കണം. എഫേഷ്യൻ 1 യോഹന്നാൻ 1:7 അടുത്തൊരു വാക്യമുണ്ട്. 1 John 1:7. அவர் ஒளியில் இருக்கிறது போல நாமும் ஒளியிலே நடந்தால் ஒருவரோடு ஒருவர் ஐக்கியப்பட்டிருப்போம். அவருடைய குமாரனாகிய இயேசு கிறிஸ்துவின் ரத்தம் സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒളിയിൽ, വെളിച്ചത്തിൽ നടക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു വാക്ക് ഇൻ ദി ലൈറ്റ് ആൻഡ് ഹി ഈസ് ദി ലൈറ്റ്. വെളിച്ചത്തിൽ നടക്കുക മീൻസ് വിശ്വസ്തരായിട്ട് നടക്കുക. വെളിച്ചം എന്ന് പറയുന്ന ഒരേ കാര്യമേ ഉള്ളൂ. ലോകത്തിൽ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം എന്തുവാ? ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ദൈവം മാത്രമേ ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ടിരിക്കത്തുള്ളൂ. ഈ സാത്താന്റെ ഇരുട്ടിന്റെ ആധിപത്യം എല്ലാം സാത്താന്റെ കയ്യിലാണ്. അപ്പോൾ വെളിച്ചത്തിൽ നടക്കണമെന്നാണ് വിശുദ്ധന്മാർക്ക് അടുത്തൊരു കണ്ടീഷൻ ദൈവം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെളിച്ചത്തിൽ നടന്നാൽ, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല ഭാവവും പോക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ കഴിയുള്ളൂ. വെളിച്ചത്തിൽ നടന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ രക്തം നമ്മുടെ സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കത്തുള്ളൂ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കണമെന്നാണ് ഭക്തനോട് ദൈവം പറയുന്നത്. എങ്കിൽ മാത്രമേ തിരുനിവാസം നിന്നിൽ വസിക്കുകയുള്ളൂ എന്ന് അവരുടെ കണ്ടീഷൻ പറയുന്നു. അടുത്ത എഫേഷ്യൻ 4:12 ഒരു വാക്യമുണ്ട്. എഫേഷ്യൻ 4:12. അതുതന്നെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പരിശുദ്ധവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോൾ അവിടെ നാം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോൾ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വിളി അനുസരിച്ച് നടക്കണം. ഇവിടെ എന്താണ് വിളി? വിശ്വാസത്തിലുള്ള വിളി, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുവാനുള്ള ആ വിളി, നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ആ വിളി, തികഞ്ഞ പുരുഷത്വം കാണിക്കുവാനുള്ള വിളി, ക്രിസ്തുവിന്റെ സമ്പൂർണത അവൻ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോഴും, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു അറിവ് നമ്മൾ ലഭിക്കുമ്പോഴും
നമ്മൾ വിളി അനുസരിച്ച് നടക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫേഷ്യൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെട്രോൾ ആയിരുന്നാൽ പെട്രോൾ പുറത്ത് എടുക്കാൻ പറ്റത്തില്ല. പെട്രോൾ വണ്ടിയുടെ ടാങ്കിനകത്ത് അത് ഒതുങ്ങിയിരുന്നെങ്കിൽ മാത്രമേ പെട്രോളായിട്ട് കിടക്കുകയുള്ളൂ. അത് പുറത്തായി കഴിഞ്ഞാൽ ആവിയായിട്ട് പോകും, അത് അപകടങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം ഫ്രിഡ്ജിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഐസ്ക്രീമായിട്ട് ഇരിക്കത്തുള്ളൂ. ഐസ്ക്രീം പുറത്തിരുന്നാൽ അത് ഒരിക്കലും ഐസ്ക്രീമായിട്ടിരിക്കത്തില്ല, വെള്ളം പോലെ ആയിപ്പോകും എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിളി അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നടക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ടിരിക്കാൻ, വിശ്വാസത്തിൽ നടപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് കാണുവാൻ നമ്മൾ ലൈഫ് സ്റ്റൈല് നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ദൈവത്തിന്റെ ലൈഫ് സ്റ്റൈൽ, അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രമീകരിക്കണം. നമ്മൾ വെളിച്ചത്തിൽ ഇരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വെളിച്ചത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഐസ്ക്രീമായിട്ട് ഇരിക്കത്തുള്ളൂ. പെട്രോൾ വണ്ടിയുടെ ടാങ്കിൽ കിടന്നെങ്കിൽ മാത്രമേ അതിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. പെട്രോൾ എവിടെയെങ്കിലും ബക്കറ്റിനകത്ത് കൊണ്ടുവച്ചിരുന്നാൽ ആവിയായിട്ട് പുറത്തു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാമം വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രമീകരിക്കുവാൻ, ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഗലേഷ്യൻ 5:16 നമുക്ക് ഒരു വാക്യം വായിക്കാം. ഗലേഷ്യൻ 5:6. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് അടുത്തൊരു കണ്ടീഷൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ന്യായപ്രമാണം മുഴുവനാണ്. അപ്പോൾ നമ്മൾ ആത്മാവിൽ നടന്നെങ്കിൽ മാത്രമേ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ദൈവിക ആത്മാവിൽ, ദൈവിക വിശ്വസ്തയിൽ നമ്മൾ നടക്കണം. എങ്കിൽ മാത്രമേ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ആത്മാവിൽ നടക്കുവാൻ, ദൈവസന്നിധിയിൽ ആ വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒരു വിശ്വസ്തനായിരിക്കാൻ, വിശ്വസ്തയോടെ ജീവിക്കാൻ വേണ്ടി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒറ്റയ്ക്ക് നടക്കുന്നത് അപകടമാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമുക്ക് തന്നെ ഒരു ബലം, നമുക്ക് തന്നെ ഒരു ധൈര്യം കിട്ടും. ഈ ലോകത്തിന്റെ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ഭക്തന്മാരെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ ഭക്തനായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ സാധിക്കില്ല. ഈ മോൾ പറഞ്ഞ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയാം. നമ്മൾ എങ്ങനെയാണ് ഭക്തന്റെ നടപ്പുകൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ നടക്കുവാൻ സാധിക്കണം. മീക 6:8 താഴ്മയോടെ നടക്കുവാൻ നമ്മൾ പഠിക്കണം. താഴ്മയുള്ളവന് കൃപ കൊടുക്കുന്നു, ഗർവിയോ ദൈവം അകറ്റിക്കളയുന്നു. താഴ്മയുള്ളവനെ ദൈവം കൃപ കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 4 നമ്മൾ 6 വായിച്ചു. സത്യത്തിൽ നമ്മൾ നടക്കുവാൻ, എങ്കിൽ മാത്രം വിശ്വസ്തയോടെ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. എഫേഷ്യൻ 2:5 നമ്മൾ കണ്ടു, സ്നേഹത്തിൽ നടക്കണം. കൊലോഷ്യൻ 1:10 കണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കണം. പ്ലീസിങ്, ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. മര്യാദ പ്രകാരം നടക്കാം. റോമർ 13:13 മര്യാദ പ്രകാരം നടക്കുവാൻ, തന്ത്രം കൊണ്ടല്ല, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മര്യാദ പ്രകാരം ദൈവത്തിന്റെ വചനം വായിച്ച് അനുസരിച്ച് നടക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 1 ജോൺ 1:7 വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വെളിച്ചത്തിരുന്ന പോലെ നിങ്ങളും വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുവാൻ, പകലിൽ ആയിരിക്കുന്നു രാത്രിയിലായിരിക്കുന്ന പോലെ അല്ല, പകൽ നിങ്ങൾ മര്യാദയ്ക്ക് നടക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഗലേഷ്യൻ 5:6 കണ്ടു, നമ്മൾ ആത്മാവിൽ നടക്കണം. ആത്മാവിൽ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ വേണ്ടി ആത്മാവിൽ നടന്നെങ്കിൽ മാത്രമേ ഒരു കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുവാൻ, കുറവുകൾ മറ്റുള്ള കൂട്ടുകാരുടെ കുറവുകളുടെ കുറ്റങ്ങളൊക്കെയും കാണും. എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ, ആ കർത്താവിന്റെ കൽപ്പനകളെല്ലാം അടങ്ങിയിരിക്കുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ വാക്യത്തിലാണ് അത് ഈ ബൈബിളിന്റെ ആ കോർ കണ്ടന്റ്, അതിന്റെ സത്ത് മൊത്തം കിടക്കുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതമാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. വിശ്വസ്തരായ മനുഷ്യരെയാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം മുഴുവനും വിശ്വസ്തരായ ഭക്തന്മാരെയാണ് ദൈവം നോക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവം എന്തുകൊണ്ടെന്നാണ് വെച്ചാൽ, ദൈവത്തിന് നീതി ഭൂമിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ വിശ്വസ്തരായ മനുഷ്യരിൽ കൂടെ മാത്രമേ, ഭക്തന്മാരായ മനുഷ്യരുടെ മാത്രമേ ഈ ദൈവത്തിന്റെ നീതി നടത്തുവാനായിട്ട് സാധിക്കൂ. സാംസ് 89:14-15 നീതിയും ന്യായവും, ഞാൻ സാംസ് 89:14-15 നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന് അടിസ്ഥാനമാകും.
ദയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ 4 തൂണുകളാണ് ഇവിടെ പറയുന്നത്. നീതി, ന്യായം, ദയയും വിശ്വസ്തയും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം വലിയ ഫിലോസഫിയും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു നിയമം പറഞ്ഞല്ലോ. ദൈവം സമാധാന നിയമം ചെയ്തിരിക്കുകയാണ്. ദൈവം സമാധാന നിയമം ചെയ്യുമ്പോൾ ആ നിയമത്തിന്റെ കീഴിൽ അതിന്റെ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും അനുസരിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമങ്ങളും ദൈവം പറഞ്ഞിട്ടില്ല. ഈ സമാധാന നിയമം ദൈവത്തിന് നിവർത്തിക്കുവാൻ വേണ്ടി ദൈവം കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് കണ്ടീഷൻ പറഞ്ഞത്? സാംസ് 89:14-15 നീതി, ന്യായവും ദയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കുന്നു. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. അപ്പോൾ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നടക്കുവാൻ, ദൈവത്തിന്റെ തിരുനിവാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വസിക്കുവാൻ എന്താണ് ദൈവത്തിന്റെ ആ ഒരു സിംഹാസനത്തിന്റെ 4 തൂണുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ 4 തൂണിലാണ് ദൈവം നമ്മളെ ജയഘോഷത്തോടെ നടത്തുവാനും ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നമ്മൾ നടക്കുവാനും ഇന്നത്തെ സങ്കീർത്തനം അതിനോട് ചേർന്ന് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ഭക്തന്മാരെയാണ് ദൈവം നീതിയും ന്യായവും ഒക്കെ നടത്തുവാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സുവിശേഷം പറയുവാൻ കർത്താവ് നമ്മൾ പണ്ടൊരിക്കലൂടെ ചിന്തിച്ച വിഷയമാണ്. ദൈവം ഒരിക്കലും ദൈവം തൻ്റെ വേല ചെയ്ത് പോയെങ്കിലും ദൈവം നമ്മളെ ഒരു അൺഫിനിഷ്ഡ് വർക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ്? ആർക്കെങ്കിലും പറയാമോ? സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കണം എന്നുള്ള അൺഫിനിഷ്ഡ് വർക്ക് നമുക്ക് തന്നിട്ടാണ് കർത്താവ്. അത് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി ലോകത്തിന് സാക്ഷികളായിട്ട് ജീവിക്കുവാൻ വേണ്ടി, എൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി, അനേകം പേരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം വിശ്വസ്തരായ ഭക്തന്മാരെയാണ് ഈ ഭൂമിയിൽ നോക്കുന്നത്. ദൈവസന്നിധി അനുസരണയോടെ നടന്ന്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നടന്ന്, ദൈവസന്നിധിയിൽ ഭക്തന്മാരായിട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിൻ്റെ 4 തൂണുകൾ അതിന് പ്രകാരം നമ്മൾ ജീവിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് നന്മ തരും. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നന്മ തരും. അതുപോലെ തന്നെ ദൈവം എല്ലാ ദേശത്തിനും നന്മ തരും. ദേശത്ത് വസിക്കുന്നവർക്കും ദൈവഭക്തനല്ലാത്തവർക്കും അല്ലാത്തവർക്കും ഈ ദൈവത്തിന്റെ നന്മ ലഭിക്കുവാനായിട്ട് ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് യോസേഫിന്റെ കഥ നമുക്കറിയാം. യോസേഫ് ജെനസിസ് 41 കണ്ടു. ദൈവം യോസേഫിനെ പൊട്ടക്കണിൽ ഇട്ടതും സഹോദരന്മാരോടെ പോയപ്പോൾ യോസേഫിനെ പൊട്ടക്കണിൽ ഇട്ടതും ജോസഫിന്റെ ഉടുപ്പ് വലിച്ചു കീറി, അതിന്റെ കുപ്പായം വലിച്ചു കീറി, അതിന്റെ രക്തം പുരട്ടി അവര് പിതാവിന്റെ അടുത്ത് കൊണ്ടുപോയി, യാക്കോബിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച കഥകളെല്ലാം. അപ്പോൾ യോസേഫിന് വളരെയധികം കഷ്ടങ്ങളിൽ കൂടെയാണ് തൻ്റെ ഭക്തി യോസേഫ് നിവർത്തിച്ചെന്ന് കാണുവാനായിട്ട് സാധിക്കും. യോസേഫിന്റെ ജീവിതം ഏകദേശം 16 വയസ്സിൽ ഈ പൊട്ടക്കണ്ടിൽ വീണെങ്കിൽ ഏകദേശം 30 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പോത്തിഫറിന്റെ വീട്ടിലായി, പോത്തിഫറിന്റെ ഭാര്യയുടെ പരീക്ഷണങ്ങൾ അകപ്പെട്ടു, പിന്നീട് കാരാഗ്രഹത്തിലായി, പിന്നെ വിശ്വസ്തനായിട്ടിരുന്നു. എങ്കിലും യോസേഫിന് ദൈവം കൊടുത്ത ആ ഒരു വെളിപ്പാട്, യോസേഫിന് ദൈവം കൊടുത്ത ആ ഒരു കഴിവ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മാത്രമല്ല, അവൻ വിശ്വസ്തനായ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിരാശയുടെയും പരാജയത്തിന്റെയും കഷ്ടതയുടെയും തെറ്റിപ്പോകാമായിരുന്ന അവസ്ഥയിൽ മരിക്കുവാനുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നെങ്കിലും യോസേഫിന്റെ ഹൃദയത്തിലുള്ള ആ വെളിച്ചം, ദൈവം കൊടുത്ത ആ വെളിച്ചം അവൻ കാത്തു സൂക്ഷിച്ചാണ് ഭക്തനായിട്ടിരുന്നത്. അതുകൊണ്ട് അവസാനം ദൈവം അവനെ മാനിക്കുവാനിടയായി. അതിൻമൂലം അവൻ്റെ കുടുംബത്തെ മൊത്തവും മാനിക്കുവാനിടയായി. ആ ദേശത്ത് നന്മ വരുവാനിടയായി. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ദൈവം നമ്മളെ ശോധനയിൽ കൂടെയും കഷ്ടതയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും ഒക്കെ കടത്തി വിട്ടാൽ തന്നെയും യോസേഫിന്റെ കഥയിലെ യോസേഫിന്റെ ആ സംഭവ കഥകളിലെ പോലെ അനേകം പേർക്ക് ദേശത്ത് ദുഷ്ടന്മാർ കാണും, ദേശത്ത് അനേകം പേര് കാണും. ദേശം ഭരിക്കുന്നത് ഫറവോനാണ്. ഫറവോൻ വേറെ ആളാണ്. എന്നിട്ട് പോലും ദേശത്ത് യോസേഫിൽ കൂടെ ദേശത്ത് അനേകം പേർക്ക് നന്മ ലഭിക്കുവാൻ, ദേശത്ത് അവൻ്റെ കുടുംബത്തിൽ തന്നെ 70 പേര് അവിടെ തിരിച്ചു വരുവാനും പട്ടിണിയുടെ സമയത്ത് പട്ടിണി കൂടാതെ അവർക്ക് നന്മകൾ പ്രാപിക്കുവാൻ സാധിച്ചു. അപ്പോൾ യോസേഫ് എന്ന ഒരേ ഒരു ഭക്തന്റെ ആ ഒരു ജീവിതം ദൈവത്തിന് വസിക്കുവാൻ ഉള്ള ഇടമായിട്ട് മാറി, ദേശത്ത് നന്മ പ്രാപിക്കുവാൻ അതുമൂലം ഇടയാലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജെനസിസ് 45
5, 6, 7, 8 നമുക്ക് റെഫർ ചെയ്യാം. ജെനിസിസ് 45 5, 6, 7, 8. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ടാവും. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗ്രഹത്തിനെ ഒക്കെയും യജമാനും ഇസ്രായേൽ ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇത് സംഭവം നടന്നതിന് ശേഷം യോസേഫ് ചിന്തിച്ചതായിട്ട് നമുക്കിവിടെ കാണുന്നെങ്കിലും യോസേഫിന്റെ ഹൃദയത്തിലുള്ള വെളിപ്പാടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യോസേഫ് എങ്ങനെയായിരുന്നു? യോസേഫിന് അറിയാം അവന് കൊടുത്ത സ്വപ്നം. മറ്റുള്ളവര് യോസേഫിന്റെ സ്വപ്നം നമുക്കറിയാമല്ലോ. സഹോദരന്മാര് കറ്റയുടെ മുന്നിൽ എണീറ്റിരുന്ന ആ കഥ നമുക്കറിയാം, ആ സ്വപ്നം അറിയാം. പക്ഷേ യോസേഫ് ആ സ്വപ്നത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. യോസേഫ് ആ സ്വപ്നം കൊടുത്ത ദൈവത്തിൽ വിശ്വസിച്ചു. ആ സ്വപ്നം നിറവേറും, സ്വപ്നം എന്നാലും നടക്കും എന്ന് ദൈവത്തിന് അറിയാം. യോസേഫിന് അറിയാം. അങ്ങനെയാണ് യോസേഫ് വിശ്വസിച്ചത്. അല്ലാതെ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ, പൊട്ടക്കിണറ്റിൽ വീഴുക എന്ന് പറയുന്നത് ഒരു ഉടുപ്പ് പോലും ഇല്ല, ആ പഴയ കുപ്പായമാണ്. അത് വലിച്ചു കീറി കളഞ്ഞിട്ട് കുപ്പായം പോലും ഇല്ല, ഒരുപക്ഷെ ഡ്രസ്സ് പോലും ഇല്ലാതായിരിക്കും പൊട്ടക്കണ്ണിൽ കിടന്നത്. അങ്ങനത്തെ എത്രത്തോളം പൊട്ടക്കണ്ടത് പാമ്പ് കാണും, അതിനകത്ത് മറ്റുള്ള വന്യജീവികൾ കാണും, ഇതെല്ലാം കാണും. പൊട്ടക്കണ്ണിൽ കിടന്നു. പിന്നീട് ഇസ്മായിലിന്റെ കച്ചവടക്കാർ കൊണ്ടുപോയി. പിന്നീട് പോത്തിഫറിന്റെ ഭവനത്തിലുള്ള കഷ്ടപ്പാടുകളെല്ലാം നമുക്കറിയാം. കാരാഗ്രഹത്തിൽ കിടന്നു, അറിയാത്ത കുറ്റത്തും കാരാഗ്രഹത്തിൽ കിടന്നു. അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും യോസേഫിനറിയാം സ്വപ്നത്തിന്റെ ആ ഒരു വ്യാഖ്യാനം മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എല്ലാ കഷ്ടതകളും മറന്ന് ദൈവം ആ സ്വപ്നം നിവർത്തിക്കുവാൻ കഴിവുള്ളവനാണെന്ന് യോസേഫ് പൂർണ്ണമായി വിശ്വസിച്ച ഒരു ഭക്തനായിരുന്നു. ആ ഭക്തൻ കൂടെ ദേശത്ത് നന്മ വന്നതായിട്ടും. അപ്പോൾ സ്വരച്ചേർച്ച ഇല്ലാത്തവരോടും ആ സഹോദരന്മാർ വന്നിട്ട് പോലും അവരുടെ അടുത്ത് യാതൊരു നീരസമോ യാതൊരു പ്രയാസമോ യാതൊരു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവരോട് ചേർന്ന് നിൽക്കുവാൻ, അവരെ സ്നേഹിപ്പാൻ, അവരോട് ചേർന്ന് അവരുടെ കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ നിൽക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തത് എന്തുകൊണ്ടാണ്? അവൻ വിശ്വസ്തനായതുകൊണ്ട്, ദൈവത്തിൻ്റെ അവൻ്റെ ഹൃദയത്തിൽ വസിച്ചതുകൊണ്ട്, അവൻ്റെ നടപ്പ് ആ തരത്തിലായിരുന്നതുകൊണ്ട് അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദേശത്ത് നന്മയുണ്ടാകുവാനും സ്വന്തം കുടുംബത്തിനും എല്ലാം നന്മ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ കഥ നമുക്കറിയാം. യാക്കോബ് താരതമ്യേന യേശാവിനെക്കാട്ടി വളരെ സാധുവായൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് മാതാവ് അവന് ഇങ്ങനെ ഒരു വക്രബുദ്ധി പറഞ്ഞു കൊടുക്കുകയും അവൻ അവിടുന്ന് ഒളിച്ചോടി പോകേണ്ടതായിട്ട് വന്നത് എന്നാണ് ഈ ബൈബിളിൻ്റെ കമൻട്രി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, എന്തുകൊണ്ടാണ് യാക്കോബ് ഇങ്ങനെ ഒരു വക്രബുദ്ധി പ്രയോഗിച്ചത്? അവൻ്റെ മാതാവ് പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയാണ്. സാധാരണ സാധുശീലനായിരുന്നു യാക്കോബ് എന്ന് ബൈബിൾ കമൻട്രി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ യാക്കോബ് തൻ്റെ സർവ്വസമ്പത്തുമായിട്ട് തിരിച്ചു വരുമ്പോൾ യാക്കോബ് കടവിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരോട് മല്ലടിച്ചത് അവൻ്റെ ആടുമാടുകളുടെ വർധനയ്ക്കോ ആടുമാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ല, സഹോദരനോട് ചേർന്ന് പോകാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്, കൃപാവരത്തിന് വേണ്ടിയാണ് യാക്കോബ് ദൂതന്മാരോട് മല്ലടിച്ചെന്ന് കാണുവാനായിട്ട് നമ്മൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, എനിക്ക് ഇത്രയും ആടുമാടുകളുണ്ട്, ഇത്രയും സമ്പത്തുണ്ട്, ഇത്രയും ജനങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ദൂതനോട് മല്ലടിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് കേട്ടെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ യാക്കോബിന്റെ ഹൃദയത്തിൽ നമ്മളത് ഡീപ്പായിട്ട് വായിച്ചാൽ, ആ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, എൻ്റെ സഹോദരനോട് ചേർന്ന് പോകുവാൻ, എൻ്റെ സഹോദരനെ ഒന്ന് സ്നേഹിക്കുവാൻ, സഹോദരനുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ സന്തോഷത്തിൽ പോകുവാൻ വേണ്ടി ഒരു കൃപാവരത്തിന് വേണ്ടിയാണ് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആ ഭക്തനായ യാക്കോബ് പ്രാർത്ഥിച്ചിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആ ഒരു ദൈവിക ആത്മാവിൻ്റെ ദൈവിക ആ ഒരു വിശ്വസ്തതയുടെ, ദൈവത്തോട് പ്രാപിച്ച ആ ഒരു വിശ്വസ്തതയുടെ കാര്യം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ മറ്റുള്ളവരെ
മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുവാനോ മറ്റൊന്നുമല്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് സന്തോഷമുണ്ടാകുള്ളൂ. മറ്റുള്ളവരെ നിരത്തി അവരെ മോശപ്പെടുത്തുവാനല്ല, മറ്റുള്ളവരെ നമ്മൾ ആത്മനിയന്ത്രണത്തോടെ നിരപ്പ് പ്രാപിക്കാനുള്ള ശുശ്രൂഷകൾ വേണം നമ്മൾ ദൈവസഭ പോലെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് സന്തോഷമുള്ളൂ, പരിശുദ്ധാത്മാവിന് സന്തോഷം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഭക്തനായിരിക്കാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിൽ മറ്റുള്ളവരെ നിരത്തി വെടിപ്പാക്കുവാനല്ല, മറ്റുള്ളവരെ നിരപ്പ് പ്രാപിച്ച് നമ്മൾ ദൈവസഭയിൽ അവരോട് ചേർന്നിരുന്ന് ആത്മാവിന്റെ ആ പരിശുദ്ധാത്മാവിനെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കാണും. ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന നിഗളികളോട് എതിർത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ വായിക്കുവാനായിട്ട് ഇടയായി. ചെന്നായുടെ സ്വഭാവമുള്ള ശൗലിനെ എന്താക്കി തീർത്തു ദൈവം? കുഞ്ഞാടിന്റെ സ്വഭാവമുള്ള ഒരു പൗലോസാക്കി മാറ്റി. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ശൗല് ദൈവദാസന്മാരെയും ദൈവമക്കളെയും കൊല്ലുവാൻ വേണ്ടി ലൈസൻസ് ഉള്ള വ്യക്തിയാണ്. ചെന്നായുടെ സ്വഭാവമുള്ള ആളിനെ ഒരു നിമിഷം കൊണ്ട് ദൈവം കുഞ്ഞാടുമായിട്ട് ഇടപെട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് കുഞ്ഞാടിന്റെ സ്വഭാവമുള്ള പൗലോസായിട്ട് മാറിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ പൗലോസാണ് പിന്നീട് ബൈബിളിലെ 14 ലേഖനങ്ങൾ എഴുതുവാൻ, ദൈവസഭയുടെ സകലവിധ വളർച്ചയ്ക്കും ദൈവത്തിനും എല്ലാത്തിനും നമുക്ക് ഈ ദൈവസഭയുടെയും ദൈവമക്കളുടെയും സ്വർഗത്തിലെ ദൈവത്തിന് ഹൃദയത്തിലുള്ള മർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി ഈ പൗലോസ് മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ചെന്നായുടെ സ്വഭാവമുള്ള ശൗലിനെ ഒരു നിമിഷം കൊണ്ട് പൗലോസാക്കി മാറ്റി, കുഞ്ഞാടിന്റെ സ്വഭാവം പൗലോസാക്കി മാറ്റി ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ 1 കൊരിന്ത്യർ 1 കൊരിന്ത്യൻ 15:9 1 കൊരിന്ത്യൻ 15:9 15:9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. പൗലോസ് ഇത് പറയുന്നത്, പൗലോസ് 30-ാമത്തെ വയസ്സിലാണ് ദൈവം ഏകദേശം ബൈബിൾ കമന്ററി വായിക്കുമ്പോൾ ഏകദേശം ശൗല് 30-ാമത്തെ വയസ്സിലാണ് പൗലോസായി മാറിയത്. 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഇത്രയും ശക്തമായി ശുശ്രൂഷ ചെയ്ത് ഏകദേശം 55-ാമത്തെ വയസ്സിലാണ് ഈ വാക്യം എഴുതിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 1 കൊരിന്ത്യർ ലേഖനം എഴുതിയ ആ ഒരു സമയം വെച്ചാണ് അവരങ്ങനെ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ 55-ാമത്തെ വയസ്സായപ്പോൾ പൗലോസിന്റെ ആ താഴ്മ എത്രത്തോളം പൗലോസ് താഴ്ന്നു പോയി, എത്രത്തോളം ദൈവസനിൽ താഴ്ന്നു. നമ്മള് ഇത്രയും വർഷം ദൈവസനിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് പാസ്റ്റർ ഓവർസിയറായി ബിഷപ്പായി മെത്രാപ്പോലിത്തയായി തിരുമേനിയായി പിന്നെ അവസാനം ആർക്കും പിടികിട്ടാത്ത പുള്ളിയായിട്ട് മാറുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. പക്ഷെ ഇവിടെ കണ്ടു 30-ാമത്തെ വയസ്സിൽ പൗലോസായി മാറിയ 30-ാമത്തെ വയസ്സിൽ ശൗല് പൗലോസായി മാറിയെങ്കിൽ ഏകദേശം 55 വയസ്സായപ്പോൾ ഈ 9-ാമത്തെ വാക്യത്തിലോട്ട് മാറി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ പൗലോസ് അത്രത്തോളം ദൈവസഭയിൽ ഓരോ ദിവസവും താഴ്ന്നാണ്. നമ്മൾ പണ്ടൊരിക്കൽ പഠിച്ചു, പൗലോസിന്റെ 3 സ്റ്റേജുകൾ നമ്മൾ ഒരിക്കൽ പഠിച്ചായിരുന്നു. പൗലോസ് ആദ്യം ചെറുതായി ദിവസങ്ങളിൽ താഴ്ന്നു വരുമ്പോൾ തന്നെ ദൈവത്തിന് കൂടുതൽ പ്രസാദമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ താഴ്ന്നു വരുന്ന 55-ാമത്തെ വയസ്സായപ്പോൾ ഞാൻ അപ്പോസ്തലൻ എന്ന് വിളിക്കുപോലും യോഗ്യനല്ല എന്ന പൗലോസിന് തോന്നുവാനായിട്ടിടയായി. അതാണ് ആ ക്രിസ്തുവിന്റെ പാപം നമ്മൾ വരുവാൻ പൗലോസിന് സംഭവിച്ചതുപോലെ ആ സമർപ്പണ മനോഭാവം ദൈവസന്നിധിയിൽ ആ ആത്മസമർപ്പണത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുവാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ 1-2 കഥകളോടെ നമ്മൾ 1-2 കാര്യങ്ങളോടെ ഞാൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ജെനിസിസില് ജെനിസിസില് ചില കാര്യങ്ങൾ വായിക്കാം. ജെനിസിസ് 8 മുതൽ 12 വരെ നോഹയുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് നോഹയുടെ സംഭവം നമുക്കറിയാം. ജെനിസിസ് 8:12 കാണുവാനായിട്ട് സാധിക്കും.
ഭൂമിയിലൊക്കെയും ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നോഹ പെട്ടകത്തിനകത്താണ്. പെട്ടകത്തിന് കിളിവാതെല്ലാം അടച്ചിരിക്കുന്നു. ഏകദേശം 8 മാസത്തോളം മഴ പെയ്തു. 8 മാസത്തോളം ഭൂമിയെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എങ്ങും എല്ലാ ജീവജാലങ്ങളും ചത്തു. എല്ലാ മൃഗങ്ങളും എല്ലാ വൃക്ഷങ്ങളും എല്ലാം നശിച്ചു പോയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും 8-ാം മാസം 8-ാമത്തെ വാക്യം, ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. അപ്പോൾ അവിടെ ഒരു പ്രാവിനെ വിട്ടതായിട്ട് കാണും. പ്രാവിന് കാൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യകാല വിശുദ്ധന്മാരുടെ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെയായിരുന്നു. ആദ്യകാല ബൈബിളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാടിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ബൈബിൾ തന്നിട്ട് പോലും സമാധാന നിയമമാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ 4 തൂണ് വെച്ചുള്ള സമാധാന നിയമം വ്യക്തമായിട്ട് എഴുതി നമ്മൾ ഈ ബൈബിൾ വന്നിട്ട് ഏകദേശം 200 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ, ഈ മലയാളം ബൈബിൾ എഴുതിയിട്ട് ഏകദേശം 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് വെച്ച് എഴുതിയതാണ്. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ പക്ഷെ ഇപ്പൊ പറഞ്ഞു വരുന്നത് 8-ാം മാസം പ്രാവിനെ വിട്ടപ്പോൾ പ്രാവിന് കാൽ വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ആദ്യകാല വിശുദ്ധന്മാരുടെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ദാവീദ് ഇത്രയും വെളിപ്പാടുകളുടെ മനുഷ്യരായിരുന്നിട്ടും ഊരിയാവിന്റെ ഭാര്യയെ മോഹിച്ച അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അകത്ത് ആ ആത്മസാന്നിധ്യം ഇല്ലായിരുന്നു. അപ്പോൾ കാൽ വെക്കാൻ ഇടമില്ല. ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആത്മാവിന്റെ സാന്നിധ്യം. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ഊരിയാവിന്റെ ഭാര്യയെ മോഹിച്ച കഥ നമുക്കറിയാം. അപ്പോൾ അകത്ത് ആത്മീയ സാന്നിധ്യം ഇല്ലായിരുന്നു. ആ ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, ആ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുകയില്ലായിരുന്നു. ശിംശോന്റെ കഥ നമുക്കറിയാം. ശിംശോൻ ഭാര്യയെ കാണാൻ വേണ്ടി പോകുന്ന മാതാപിതാക്കളോട് ശക്തമായിട്ട് പോകുന്ന ഒരാളായിരുന്നു. എങ്കിലും ശിംശോൻ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ദലീലയുടെ ഭവനത്തിലേക്കാണ് പോകുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദലീലയുടെ ഇൻഫ്ലുവൻസ്, ശിംശോൻ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ 300 കുറുക്കന്മാരെ പിടിച്ച് അതിന്റെ വാല് കൂട്ടിക്കെട്ടി പന്തം പോലെ, നമ്മൾ ഒരു കുറുക്കനെ പോയിട്ട് കോഴിയെ പിടിക്കാൻ പോലും നമ്മളങ്ങോട്ട് പറ്റത്തില്ല. ശിംശോൻ 300 കുറുക്കന്മാരെ പിടിച്ചതിന്റെ വാല് കൂട്ടിക്കെട്ടി. നമുക്ക് ചിന്തിക്കുമ്പോൾ ചിരി വരും, 300 കുറുക്കന്മാരെ നിന്ന് കൊടുക്കുവാന്നോ വാല് കൂട്ടിക്കെട്ടാനും തോന്നും. അപ്പോൾ ശിംശോന്റെ മേലുള്ള അഭിഷേകം അത്രത്തോളം ഉണ്ടായിരുന്ന കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ശിംശോൻ അവസാനം രാത്രിയാകുമ്പോൾ ദലീലയുടെ വീട്ടിൽ പോകും. അവന്റെ അഭിഷേകം നിലനിൽക്കുന്നില്ല. ഒരു ആത്മസമർപ്പണമില്ലായിരുന്നു, ആത്മസാന്നിധ്യമില്ലായിരുന്നു. അപ്പോൾ ഒരു പറന്നു നിൽക്കുന്ന സാന്നിധ്യമല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് അകത്ത് സ്ഥിരമായി വസിക്കുന്ന സാന്നിധ്യം. രാത്രിയിൽ പകലിനെ പോലെ നമ്മൾ കേട്ടു, പകൽ പോലെ നടക്കുവാൻ വേണ്ടി രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാനും വേണ്ടി വന്നു പോകുന്ന ഒരു ആത്മസാന്നിധ്യമല്ല വേണ്ടിയത്. ഏലിയാവിന്റെ കഥ നമുക്കറിയാം. യാഗപീഠത്തിൽ തീയിറക്കിയ വ്യക്തിയാണ് ഏലിയാവ്. അത്രത്തോളം ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. പക്ഷെ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ഇസബലിന്റെ ആ ഒരു ഇതിന്റെ മുന്നിൽ അവരെ പേടിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് കരഞ്ഞ അവസ്ഥ നമുക്കറിയാം. ഇതൊക്കെ അന്നത്തെ ഒരു ദൈവ ഒരു ഭക്തന്മാരുടെ ചില ഡിഫക്റ്റുകളാണ്. ആ ഒരു ആത്മസാന്നിധ്യത്തിന്റെ ആ ഒരു സ്ഥിരതയില്ലായ്മയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒലിവില പിന്നീട് 9-10 കാണാൻ പാടി. ജെനസിസ് 8:10 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ഒരു പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്തെ അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ ഭൂമിയിലെ യാതൊരു മൃഗങ്ങളോ പക്ഷികളോ മൃഗാദികളോ വൃക്ഷലതാദികളോ ഒന്നുമില്ല. സകലത്തിന്റെ മേളിൽ വെള്ളം വീണു. എങ്കിലും ഒരു പച്ച ഒലിവില കിട്ടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ഭക്തന്മാരിനി എത്ര പ്രയാസത്തിലൂടെ കടന്നു പോയാലും, എത്രത്തോളം കഷ്ടപ്പാടുകൾ സംഭവിച്ചാലും, യോസേഫിന്റെ കഥയിലെ പോലെ 16 വയസ്സിൽ കിണറ്റിൽ വീണ യോസേഫിന് ഏകദേശം 30 വയസ്സ് വരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നതായിട്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു ഒലിവില എവിടെയെങ്കിലും ശേഷിപ്പിച്ചിരിക്കും. നമ്മൾ കോശി വൈദ്യൻ പാസ്റ്ററെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അസംബ്ലീസ് ബോർഡിന്റെ ഓവർസിയർ ആയിരുന്ന സൂപ്രണ്ടായിരുന്ന കോശി വൈദ്യൻ 103 ദിവസം കോവിഡ് പിടിച്ച് വെന്റിലേറ്ററിൽ കിടന്നതാണ്. 103 ദിവസം ശ്വാസകോശം കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യാതെ 103 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ആ ദേവദാസൻ 103-ാമത്തെ ദിവസം രക്ഷപ്പെട്ട് ഇപ്പോഴും ശക്തമായിട്ട് ദൈവസന്നിധിയിൽ അമേരിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എത്ര മഴവെള്ളം പൊങ്ങിയാലും
എത്രത്തോളം അനർത്ഥങ്ങൾ കിടന്നാലും ഒരു ഒലിവിലയുടെ അവസ്ഥ നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വസ്തത ഉണ്ടെങ്കിൽ ആ ഒലിവിലെ പോലെ കടന്നു വരുവാൻ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലൊരു സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ, ആ പച്ചപ്പ് നിലനിർത്തുവാൻ നമുക്കും സാധിക്കുമെന്ന് ആ ഒലിവിലയുടെ കഥ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഈ ഭൂമിയിൽ സകലതും നശിച്ചെങ്കിലും ഒരു ഒലിവിലെങ്കിലും നമുക്ക് മേളിൽ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ കർത്താവിന് സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ 8-ന്റെ തന്നെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാം. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നു. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 8-ന്റെ 12-ാമത്തെ വാക്യത്തിൽ ആത്മസാന്നിധ്യം പിന്നെ മാറിപ്പോയില്ല. എല്ലാ സ്ഥലത്തും ആത്മസാന്നിധ്യം വന്നു അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ആത്മസാന്നിധ്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അവിടെ യോഹന്നാന്റെ സുവിശേഷം ജോൺ 16:8 ഒരു വാക്യം വായിക്കാം. ജോൺ 16:8. ജോൺ 16. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും പിന്നെ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ടും ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഈ ബോധ്യം വരുത്തുന്ന ആരെ കൊണ്ടാണ്? ഭക്തന്മാരെ കൊണ്ടാണ് ബോധ്യം വരുത്തുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളാണ് ഈ ലോകത്തിന് സുവിശേഷം പറഞ്ഞ് ഇതിനെക്കുറിച്ച് ബോധ്യം വരുത്തേണ്ടത്. ഈ പാപം എന്നാണ് എന്താണ്? പാപം എന്നാൽ എന്താണെന്ന് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ജോൺ 1:14 ഒരു വാക്യമുണ്ട്. ജോൺ 1:14 ഞാൻ തന്നെ വായിക്കാം. വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ പാപബോധം, നീതിബോധം, പാപത്തെക്കുറിച്ചുള്ള ബോധം, ഇതെല്ലാം നമ്മൾ അപ്പോൾ അതിന് മുമ്പ് ഒരു വാക്യം റോമൻ 3:23 റോമർ 3:23 പാപം എന്താണെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസം, എല്ലാവരും പാപം ചെയ്ത്, അപ്പോൾ പാപം ചെയ്യുക എന്ന് പറയുന്നത് ദൈവ തേജസ് ഇല്ലാത്തൊരവസ്ഥ. എന്താണ് 23? For all have sinned and come short of glory of God. അപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇല്ലാതെ വരിക, അതാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവ തേജസ് ഇല്ലാത്ത അവസ്ഥ, അതാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് എന്താണ് ദൈവ തേജസ് എന്ന് ഈ ജോൺ 1:14 കാണുവാനായിട്ട് സാധിക്കും. വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ യേശു ക്രിസ്തുവാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ഈ തേജസ് ഇല്ലാത്ത അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപം ഇല്ലാത്ത അവസ്ഥയാണ് ഭക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭക്തനായിരിക്കണമെങ്കിൽ വിശ്വസ്തത വേണം. അപ്പോൾ ഇതാണ് ദൈവ തേജസ് ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട് ജോൺ 16:8 എന്താ നമ്മൾ വായിച്ചത്? ജോൺ 16:8 എന്തിനെ കുറിച്ച് ബോധ്യം വരുത്തുന്നതാണ്? പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും ബേസ് എന്ന് പറയുന്നത് ദൈവ തേജസ്സാണ്. ഈ ദൈവ തേജസ് വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം വരുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവ തേജസ് പ്രാപിക്കണമെങ്കിൽ എന്താണ്? അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേസിനേക്കാളും എന്തോ അനുസരിക്കണം? ദൈവവചനം അനുസരിക്കണം. ദൈവവചനം അനുസരിച്ചെങ്കിൽ മാത്രമേ, ദൈവവചനം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവ തേജസ് നമ്മൾ വരികയുള്ളൂ. ദൈവ തേജസ് നമ്മൾ വന്നെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുള്ളൂ. പാപത്തെക്കുറിച്ച് ബോധം ഉണ്ടാകിയാൽ മാത്രമേ ഭക്തനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തനായിരിക്കണമെങ്കിൽ വേറെ കണ്ടീഷൻ കൂടെയാണ്, വിശ്വസ്തത ഉണ്ടായിരിക്കണം.
നീതിബോധവും പാപബോധവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസ്തരായിട്ട് മാറും. ഈ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭക്തരായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ ഭക്തരായെങ്കിൽ മാത്രമേ തിരുനിവാസം നമ്മൾ വസിക്കുവാൻ സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ലോകത്തിന് നന്മ പ്രാപിക്കുവാൻ, ലോകത്തിന് മറ്റുള്ളവർക്ക് നന്മ പ്രാപിക്കാൻ, നമുക്ക് നന്മ പ്രാപിക്കാൻ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മർമ്മം ഈ ലോകത്തിന് മൊത്തം സുവിശേഷം അറിയിക്കണം. അനേകം പേരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കണം. ഈ ദൈവസാന്നിധ്യം, ഈ പാപമില്ലാത്തൊരു ലോകം ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. എല്ലാവരും, എല്ലാ മനുഷ്യരാ കർത്താവ് പറഞ്ഞില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതായിത്തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരെ മീൻസ് പാപം ചെയ്തവരായിട്ട് തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക, ദൈവ തേജസ് മറ്റുള്ളവരും പ്രാപിക്കുവാൻ, ദേശത്ത് നന്മയുണ്ടാകുവാൻ. നമ്മൾ ഈ ദേശത്ത്, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള, നമ്മൾ ഈ ദേശത്തെ നമ്മളൊരു ഉപ്പാക്കി തീർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ദൈവം നമ്മളിവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ദേശത്തിൽ അനർത്ഥങ്ങളും ആപത്തുകളും ഒന്നും വരിക. ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ട് കൊണ്ടതായിരിക്കും. അത് തന്നെയാണ് ദൈവം നമ്മളെ ദേശത്ത് ഉപ്പാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉപ്പായിരിക്കും ദേശത്ത് ദൈവ തേജസ്സോടെ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം നമുക്ക് കിട്ടിയതുപോലെ നമ്മൾ മറ്റുള്ള കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, ദൈവത്തിന് ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെന്നാണ്, നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ എങ്ങനെ നടക്കുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവസന്നിധിയിൽ എങ്ങനെ നടക്കണമെന്ന് നമ്മൾ പഠിച്ചു. ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ദിവസം നടക്കണം. ഈ ദിവസം നടന്ന ദേശത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അന്ന് നമ്മൾ കണ്ട് നോഹ അറ്റ്ലീസ്റ്റ് 100 വർഷം പ്രസംഗിച്ചെങ്കിലും തൻ്റെ കുടുംബത്തിൽ 8 പേരെ മാത്രമേ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചുള്ളൂ. എങ്കിലും ദൈവം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന് നന്മ അനുഭവിക്കുവാൻ നിങ്ങൾ മൂലം ഇടയാകും. നിങ്ങൾ ഭക്തന്മാരായിട്ടിരുന്നാൽ തിരുനിവാസങ്ങളിൽ വസിക്കുവാൻ, നമുക്ക് നന്മയുണ്ടാകുവാൻ, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ കാണുവാൻ വേണ്ടി സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായി തീരുവാൻ വേണ്ടി, ഇത്രത്തോളം ദൈവം നമ്മളെ വചനത്തോട് സംസാരിച്ചതിന് വേണ്ടി, ദൈവം നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ വചനങ്ങളൊക്കെ വീണ്ടും നമ്മൾ ധ്യാനിച്ച് ദൈവത്തിന് വിശ്വസ്തയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ, ഭക്തന്മാരായിരിക്കാൻ, ദൈവ തേജസ് പ്രാപിച്ച് പാപത്തിൽ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുള്ള ബോധം വന്ന് നമ്മൾ സ്ഥിരമായിട്ടൊരാത്മാവിനെ, ഇന്ന് ഇവിടുന്ന് ചർച്ച കഴിഞ്ഞ് നേരെ പുറത്തോട്ട് പോയി നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നതിനോടല്ല, ഇത് ഹൃദയത്തിൽ ഞാൻ ധ്യാനിച്ചിരിക്കണം. ഈ ചർച്ച കഴിഞ്ഞ് പുറത്തോട്ട് പോയി നമ്മൾ തന്നെ നമ്മളെ ശോധന ചെയ്യും, പറയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇടപെടുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. നേരെ പോയി നെറ്റ് ഓൺ ചെയ്ത് 2 മണിക്കൂർ മൊബൈലിൽ റീൽസ് കാണും. അപ്പോൾ നമ്മുടെ ദൈവസാന്നിധ്യത്തിൻ്റെ ആ ഒരു ആഴം നമുക്ക് പിടികിട്ടും. ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ആത്മീയ സാന്നിധ്യമല്ല നമുക്ക് വേണ്ടത്. സ്ഥിരമായിട്ട് ഇപ്പോൾ പോയാൽ തന്നെയും ദൈവസന്നിധിയിൽ ഒന്ന് ജാഗരിച്ചിരുന്നു. ദൈവം ഇന്ന് കേട്ട നമ്മളെ രൂപൻ ബ്രദർ പേനയില്ല, പെൻസിലില്ല, ഒന്നുമില്ല. അദ്ദേഹം നൈറ്റ് കഴിഞ്ഞ് ഉറക്കക്ഷീണത്തിലൂടെ വന്നിരിക്കുക. പക്ഷേ നമ്മൾ വൈപി സൂക്ഷിക്ക് സങ്കീർത്തനം ചെയ്യുമ്പോൾ നമ്മളിരുന്ന് നമ്മൾ പറക്കുന്ന കാണാൻ പറ്റും. ഈ സങ്കീർത്തനം എല്ലാ റെഫറൻസും നമ്മൾ എഴുതിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാതെ, എന്നിട്ട് പോലും നമുക്ക് ഒരു റെഫറൻസ് പോലും പറയാം. ഈ മനുഷ്യൻ യാതൊന്നും എഴുതാതെ പോയിട്ട് ഈ റെഫറൻസ് എല്ലാം നമ്മൾ ചോദിക്കും, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഒരു ചിന്തയിൽ ഇന്ന് കേട്ട കാര്യങ്ങൾ, എങ്ങനെ നടക്കണം, എങ്ങനെ ഭക്തനായിരിക്കണം, എങ്ങനെ വിശ്വസ്തരായിരിക്കണം, പാപത്തിന്റെ കണ്ടീഷൻ എന്താണ് ദൈവം പാപം എന്ന് പറഞ്ഞത്, എന്ത് വേണം പാപത്തിൽ നിന്ന് വരുന്നേക്ക്, ലോകത്ത് നന്മ കിട്ടുവാൻ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ്